ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻ-ഇയർ മോണിറ്റേഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓഡിയോ ഫയൽസിന് വേണ്ടിയിട്ടുള്ള ഹെഡ്ഫോൺസും ഇയർഫോൺസും ഒക്കെ എക്സ്ക്ലൂസീവ്ലി സെല് ചെയ്യുന്ന ഒരു ഓൺലൈൻ ബ്രാൻഡാണ് headphones.in. റിനോൺഡ് ബ്രാൻഡുകളുടെ ഹെഡ്ഫോൺസും പേഴ്സണൽ ഓഡിയോ ഡിവൈസസ് ഒക്കെയാണ് ഇവർ ഓൺലൈൻ സ്റ്റോർ വഴി സെല് ചെയ്യുന്നത്. എന്തായാലും വളരെയധികം മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ഒരു ബ്രാൻഡ് തുടങ്ങിയെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഓരോ ജോൺറയിലുള്ള ബെസ്റ്റ് മ്യൂസിക് റെക്കമെൻഡേഷൻസ് അടങ്ങുന്ന കാർഡുകളും ഈ ഒരു പാക്കേജിൻ്റെ കൂടെ കൊടുത്തത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഞാനിന്ന് ഇവിടെ ഓർഡർ ചെയ്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ളതും അതേപോലെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ടാങ്സോ എന്ന ബ്രാൻഡിന്റെ വാണർ SG എന്ന മോഡലാണ്. ഇത് ടാങ്സോവും ഹെഡ്ഫോൺ സോണും കൂടി ചേർന്ന് ഇന്ത്യൻ ബ്രാൻഡിങ്ങോട് കൂടി വരുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ഇൻ-ഇയർ ഇയർഫോൺസ് ആണ്. ഇന്ത്യൻ പ്രിൻസസിൻ്റെ പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും വെർത്തായിട്ടുള്ള ഒരു പ്രീമിയം പാക്കിംഗ് തന്നെയാണ്. ശരിക്കും ഒരു ജ്വല്ലറിക്ക് ഓപ്പൺ ചെയ്യുന്ന സെയിം ഫീലാണ് കിട്ടുന്നത്. മൈക്രോഫോണോട് കൂടിയിട്ടുള്ള 3.5mm ജാക്ക് ടു 2-പിൻ കണക്ടർ കേബിളാണ്. ഇതൊരു 5N കോപ്പർ പ്ലേറ്റഡ് സിൽവർ വയറാണ് കൊടുത്തിരിക്കുന്നത്. ഈ പാക്കേജിന്റെ കൂടെ പല സൈസിലുള്ള 6 പെയർ ഓഫ് ഇയർ ടിപ്സും കൂടെ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇയർ കനാലിന് പ്രോപ്പർ ആയിട്ടുള്ള സീലിംഗ് തരുന്നു മാത്രമല്ല, സൈസിനനുസരിച്ച് ഡിഫറൻറ്റ് സൗണ്ടിങ്ങും ആയിരിക്കും തരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഡിസൈൻ വൈസ് ഒരു പീസ് ഓഫ് ആർട്ട് തന്നെയാണ് ടാങ്സോയുടെ ഈ ഒരു വാണർ SG. ആ ഒരു ഗോൾഡ് ആക്സെന്റോട് കൂടിയിട്ടുള്ള വരുന്ന ട്രഡീഷണൽ ഡിസൈൻ നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാൾ പ്രീമിയം ആണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. 10mm ഒരു ഫുൾ റേഞ്ച് ഡൈനാമിക് ഡ്രൈവറാണ് ടാങ്സോ വാണർ SGയിൽ വരുന്നത്. മൊബൈൽ ഡിവൈസസിലൊക്കെ നല്ല വോളിയം പ്രൊവൈഡ് ചെയ്യുന്ന 20 ohmsന്റെ ഇംപെഡൻസ് ആണ്. 20 to 20 kHzന്റെ വൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഈ ഒരു IEMന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 107 dBയുടെ ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ട്. ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ 0.5% താഴെയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയും കൂടെ IEMസിനുണ്ട്. കാരണം ഇതിൻ്റെ എർഗണോമിക്സും കേബിളിംഗ് ഒക്കെ ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഇൻ-ഇയർ മോണിറ്റേഴ്സ് ആണ്. ഇതിന്റെ ഫുൾ ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മ്യൂസിക് സ്ട്രീമിംഗ് സർവീസ് ഹൈറസ് ലോസ്ലെസ് ഓഡിയോയിലേക്ക് മാറ്റുക. തീർന്നില്ല, നിങ്ങളുടെ മൊബൈൽ ഓഡിയോ ഡിവൈസിൽ നിന്ന് ഹൈറസ് ഓഡിയോ കിട്ടാനായി ഡിജിറ്റൽ ഓഡിയോ കൺവേർട്ടർ അഥവാ ഒരു ഡാക്കും കൂടെ അത്യാവശ്യമാണ്. നിങ്ങളൊരു iPhone 14 അതിന് മുമ്പുള്ള സീരീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പിളിന്റെ തന്നെ ഹെഡ്ഫോൺ കൺവേർട്ടേഴ്സ് ഉപയോഗിക്കാം. ഇതിൽ ബിൽറ്റ് ഇൻ ഡാക്ക് വരുന്നുണ്ട്. Type-C കണക്ടിവിറ്റിക്ക് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് DD Hi-Fiയുടെ ഹൈറസ് ഓഡിയോ ഡാക്കാണ്. ഇതും ഹെഡ്ഫോൺ സോൺ കൊളാബറേഷനോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഡാക്കാണ്. വളരെ റീസണബിളും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡാക്ക് തന്നെയാണിത്. ഇതിൻ്റെ കൂടെ ഒരു Type-C to Type-A അഡാപ്റ്ററും കൂടെ കിട്ടും. ഇത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. സിസ്റ്റത്തിലാണെങ്കിൽ ജസ്റ്റ് ഓഡിയോ ഡിവൈസ് DD Hi-Fi ഡാക്ക് സെലക്ട് ചെയ്യാം. സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുമ്പം അൺബിലീവബിൾ എന്ന് തന്നെ പറയാം. ഓഡിയോന് ഇത്രയും റെസൊല്യൂഷനും ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ബേസ് റെസ്പോൺസ് ആണ്. സബ് ബേസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും വോക്കൽസും മിഡ് റേഞ്ചൊന്നും മാസ്ക് ചെയ്യാതെ തന്നെ. കമ്പാരിറ്റീവ്ലി ഹൈ മിഡും ഹൈ ഫ്രീക്വൻസിയാണ് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം വോക്കൽസിലെ ക്ലാരിറ്റിയും വോക്കൽസിലെ എയർനെസ് ഒക്കെ കിട്ടാൻ ഹൈ ഫ്രീക്വൻസി വളരെ നല്ലതാണ്. റോക്ക് ജോൺറയിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ മാത്രം കുറച്ച് പിയേഴ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ജോൺറയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ IEMസിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് കമ്പയർ ചെയ്ത് നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് റെഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന സ്ക്വിഗ്ലിംഗ് എന്നുള്ള സൈറ്റാണ്. റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് സൗണ്ട് എഞ്ചിനീയേഴ്സ് സയന്റിഫിക്കലി ഹെഡ്ഫോൺസും ഇയർഫോൺസും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ വാണർ SGയിലെ എന്തായാലും V ഷേപ്പ് കർവ് തന്നെയാണ്. ഫ്ലാറ്റ് റെസ്പോൺസ് ആയിട്ടുള്ള ഒരു ഇൻ-ഇയർ മോണിറ്റർ അല്ല എന്നുള്ളത് ഓർക്കണം. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള ഹെർമൻ ടാർഗറ്റ് കർവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സൗണ്ട് ഡിസൈൻ തന്നെയാണ് ടാങ്സോ വാണർ SGക്കുള്ളത്. നേരത്തെ പറഞ്ഞ 2 മുതൽ 4 kHz വരെയും 6 മുതൽ 10 kHz വരെയുള്ള ഫ്രീക്വൻസി ബൂസ്റ്റാണ് വാണർ SGയിൽ വന്നിരിക്കുന്നത്. എങ്കിലും വളരെ ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാവേർ എന്നുള്ള പടത്തിൽ ചെന്താമര എന്നുള്ള ട്രാക്ക് പ്ലേ ചെയ്ത് നോക്കിയാൽ വാണർ SGയുടെ ഫുൾ സ്പെക്ട്രം ഫ്രീക്വൻസി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ട്രാക്ക് ഇതാണെന്ന് തന്നെ പറയാം. മിഡ് ഫ്രീക്വൻസിയും ലോ ഫ്രീക്വൻസിയും ഒക്കെ വെടിക്കെട്ടായിട്ട് തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ജസ്റ്റിൻ വർഗീസ് എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് ട്രാക്ക് തന്നെയാണിത്. ഇനി കുറച്ച് സോഫ്റ്റ് എക്കോസ്റ്റിക് ജോൺറയിൽ നോക്കുകയാണെങ്കിൽ കോഡി സിംപ്സന്റെ ഫ്രീ എന്നുള്ള ഒരു മ്യൂസിക് ട്രാക്ക് ഉണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബേസ് ഗിറ്റാറും നല്ല പഞ്ചിയും ഏറി ആയിട്ടുള്ള ഫുഡ് ഡ്രംസും എക്കോസ്റ്റിക് ഗിറ്റാറിന്റെ ആ ഒരു ബോഡിയൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര അധികം ഇംപ്രസ്ഡ് ആണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാനൊരു റോക്ക് ജോൺറയുടെ ഫാൻ അല്ലാത്തതുകൊണ്ട് ഈ ഒരു ജോൺറ ഒഴികെ എൻ്റെ കൈൻഡ് ഓഫ് മ്യൂസിക് ലിസണിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ടാങ്സോയുടെ വാണർ SG പെയ്ഡ് വിത്ത് DD Hi-Fiയുടെ ഈ ഒരു പോർട്ടബിൾ ഹൈറസ് ഓഡിയോ ഡാക്കും. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ 3599 രൂപയാണ് വാണർ SG പ്ലസ് DD Hi-Fi ഡാക്കിൻ്റെ കോംബോ പ്രൈസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.